നാനോ മെറ്റീരിയൽസിന്റെ പ്രീവിയസ്ലി നിങ്ങളുടെ ഉള്ള സ്ലൈഡ് നോക്കണ്ട. അതില് കുറച്ച് എന്താ പറയുക ഈസി ആയിട്ട് ഇങ്ങനെ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്സ് ഉണ്ട്. അപ്പൊ ഈ സ്ലൈഡ്സ് തന്നെ റെഫർ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, സോ ബേസിക്കലി നാനോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നാനോ എന്ന് പറയുമ്പോൾ 10⁻⁹ നാനോമീറ്റർ എന്ന് പറയുമ്പോൾ 10⁻⁹ മീറ്റർ ആണ്. ആ ഒരു റേഞ്ചിൽ പാർട്ടിക്കിൾ, അതായത് 1 to 100 നാനോമീറ്റർ സ്കെയിലില് പാർട്ടിക്കിൾ സൈസ് വരുന്ന മെറ്റീരിയൽസിനാണ് നമ്മൾ നാനോ മെറ്റീരിയൽസ് എന്ന് പറയാം. So these are materials engineered or occurring naturally at the nanoscale, typically less than 100 nanometer in size. ഇതും ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 1 to 100 നാനോമീറ്ററിന്റെ അകത്ത് പാർട്ടിക്കിൾ സൈസ് വരുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതോട് നോട്ട് ചെയ്യാം. And at this scale, material exhibit unique properties such as enhanced strength, improved conductivity, and altered optical characteristics that differ significantly from their bulk counterparts. നമ്മൾ അങ്ങോട്ട് മുമ്പ് പഠിക്കും. ഓരോ ഇപ്പോ ഗോൾഡിന്റെ തന്നെ നാനോ പാർട്ടിക്കിൾസ് ഉണ്ട്. ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ് പിന്നെ 8 to 9 ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് ഞാൻ നടക്കുന്നതാ ഉറക്കം വരുമ്പോ. ഓക്കെ, സോ ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ്. അപ്പൊ ഗോൾഡിന്റെ നാനോ പാർട്ടിക്കിൾസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൗണ്ടർ പാർട്ട് എന്ന് പറയുന്നത് ഗോൾഡ് ആണ്. ഗോൾഡ് നമുക്കറിയാം മെറ്റൽ ആണ്, അതുപോലെ തന്നെ യെല്ലോയിഷ് കളർ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ് എടുക്കുമ്പോൾ ഗോൾഡിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ബൾക്ക് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടീസ് ആണ് ഗോൾഡ് നാനോ പാർട്ടിക്കിൾ കാണിക്കുന്നത്. ഡിഫറെന്റ് നാനോ സ്കെയിലിൽ നോക്കുമ്പോൾ ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ് ഡിഫറെന്റ് കളേഴ്സിലായിരിക്കും. ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സിലും കിട്ടും. ലൈക്ക് റെഡ്, ഗ്രീൻ, ബ്ലൂ, ആ കളേഴ്സിലൊക്കെ നമുക്ക് ഗോൾഡൻ നാനോ പാർട്ടിക്കിൾസ് കിട്ടും. അപ്പോൾ നാനോ മെറ്റീരിയൽസിന് അതിന്റെ ബൾക്ക് മാറ്റർ അല്ലെങ്കിൽ കൗണ്ടർ പാർട്ട് ആയിട്ടുള്ള ബൾക്ക് മാറ്റർ ആയിട്ട് ഒരു തരത്തിലുള്ള ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും രണ്ടുപേരും തമ്മിൽ. ആൻഡ് ദീസ് നോവൽ പ്രോപ്പർട്ടീസ് അറൈസസ് ഫ്രം ദ ക്വാണ്ടം എഫക്ട്സ് ആൻഡ് ദ ഹയർ സർഫസ് ഏരിയ ഓഫ് നാനോ സ്ട്രക്ചേഴ്സ്. നാനോ മെറ്റീരിയൽസ് പഠിക്കുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് പ്രീവിയസ് സ്ലൈഡിൽ ഒരു ഫിഗർ ഉണ്ട്. ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ ഒരു ക്യൂബ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനത്തെ ഒരു ക്യൂബ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ക്യൂബിന്റെ സർഫസ് ഏരിയ ഉണ്ടാവും. 6 ഫേസ് ഉണ്ടാവും. 6 ഫേസിന്റെ സർഫസ് ഏരിയ കൂട്ടി വരുന്നതാണ്. ഇനി ഈ ക്യൂബിനെ ഞാൻ 4ആയിട്ട് കട്ട് ചെയ്തെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഓരോ ഫേസസിലൂടെ ഇങ്ങനെ കട്ട് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പൊ എനിക്ക് എത്ര ക്യൂബ് കിട്ടും? ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 4 5 6 8 എണ്ണം കിട്ടും അല്ലെ? ഈ 8 എണ്ണത്തിന്റെ സർഫസ് ഏരിയ കൂടുതലായിരിക്കും. കാരണം ഈ ഒരു ചെറിയ ക്യൂബ് ഞാൻ പുറത്തോട്ട് എടുക്കുന്ന സമയത്ത് ഈ ക്യൂബിന്റെ അകത്ത് കുറച്ച് സ്പേസ് ഉണ്ടാവുമല്ലോ. ഐ മീൻ ഈ ഒരു പുറത്ത് നോക്കുമ്പോൾ ഈ ഒരു 3 ഫേസേ ഉള്ളൂ, പക്ഷെ ഇതിന്റെ അകത്തൊരു 3 ഫേസ് കൂടെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിന്റെ സർഫസ് ഏരിയ കൂടും. അങ്ങനെ ഓരോ 8 ക്യൂബിന് വീണ്ടും സർഫസ് ഏരിയ കിട്ടും. അങ്ങനെ ഇതിനെ കട്ട് ചെയ്ത് സ്മോൾ ആയിട്ട് വരുന്ന സമയത്ത് ഒരു ബൾക്ക് മാറ്റർ വെച്ച് നോക്കുന്ന സമയത്ത് അതിന്റെ സർഫസ് ഏരിയ ഭയങ്കര കൂടുതലായിരിക്കും. ഒരു ചെറിയൊരു ചോക്ക് പീസ് എടുക്കുക. ആ ചോക്ക് പീസിന്റെ ഒരു സർഫസ് ഏരിയ മെഷർ ചെയ്യുക. ആ ചോക്ക് പീസിനെ നല്ലോണം പൗഡർ ആക്കിയിട്ട് പൗഡറിന്റെ സർഫസ് ഏരിയ, എല്ലാ സ്മോൾ പാർട്ടിക്കിൾസിന്റെ സർഫസ് ഏരിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പൗഡറിന്റെ സർഫസ് ഏരിയ ഭയങ്കര കൂടുതലായിരിക്കും. ശരിക്കും ഈ ഒരു സർഫസ് ഏരിയ ഹൈ സർഫസ് ഏരിയ ആണ്. ഹൈ സർഫസ് ഏരിയ മാത്രമല്ല, ഹൈ സർഫസ് ഏരിയ ഇതിന്റെ പ്രോപ്പർട്ടീസിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു നാനോ മെറ്റീരിയൽസിന്റെ പ്രോപ്പർട്ടീസ് മെയിൻ ആയിട്ട് കൊടുക്കുന്നതിന്റെ ഒരു ഫാക്ടർ അതാണ് ഹൈ സർഫസ് ഏരിയ. അത് മനസ്സിലായോ അങ്ങനെ സർഫസ് ഏരിയ കൂടുതലായിട്ട് വരുന്നത് നാനോ മെറ്റീരിയൽസിന്? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? പറയണോ ഒന്നുകൂടെ? സർ ഒന്നുകൂടെ പറയാ. യെസ്. ഓക്കെ, അപ്പൊ ഇത് 3ഉം ഒരേ ക്യൂബാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് 3ഉം സെയിം ക്യൂബാണ്. അപ്പൊ ഇതാണ് ബൾക്ക് മാറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ ഇതിന്റെ കൂടെ 1 1 1 എന്ന് പറയുമ്പോൾ ഇതിന്റെ ഏരിയ എന്ന് സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇത് എല്ലായിടത്തും 1 mm² വെച്ചിട്ട് 6 mm² ആയിരിക്കും. പക്ഷെ ഈ സെയിം സാധനത്തിന് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെന്ന് വിചാരിക്കുക. ഓരോ ഫേസിലൂടെയും കട്ട് ചെയ്ത് 1 2 3 4 5 6 7 8 ക്യൂബായി ചെറിയ ക്യൂബാക്കി മാറ്റി. ഇതിന്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ട്വൈസ് ആവും, 12 m². ഇത് എങ്ങനെ ഇതിന്റെ സർഫസ് ഏരിയ കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ ക്യൂബ് മാത്രം നോക്കിയേ.
ഈ വലിയ മാറ്ററിൽ നോക്കുമ്പോൾ ഈ ചെറിയ ക്യൂബിന്റെ ഈ ഒരു ഫേസും ഈ ഒരു ഫേസും ഈ ഒരു ഫേസും മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ ഈ ഒരു ഫേസിന് ഇപ്പൊ ഈ ഒരു ഫേസിന്റെ ബാക്ക് സൈഡിൽ ഒരു ഫേസ് ഇല്ലേ, അത് ബൾക്കായിട്ട് വരുമ്പം ഈ ക്യൂബിന്റെ അകത്താ വരിക. പക്ഷെ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ സാധനം പുറത്തു വരത്തില്ലേ. അപ്പൊ ഇൻഡിവിജ്വൽ ക്യൂബിന്റെ സർഫസ് ഏരിയ നോക്കുന്ന സമയത്ത് ഈ ഫേസും നോക്കും, ഇതിന്റെ ബാക്കിലുള്ള ഫേസും നോക്കും. അതുപോലെ ഈ ഫേസിന്റെയും ബാക്ക് സൈഡിൽ ഇവിടെ ഒരു ഫേസ് ഉണ്ടാവും, ഈ ടോപ്പിലുള്ളതിന്റെ ഫേസിലും ബോട്ടത്തിലുണ്ടാവും. ഇങ്ങനെ എല്ലാവർക്കും ഉണ്ടാവും. എല്ലാ ക്യൂബിനും അകത്തുള്ള ഒരു സ്പേസ് സർഫസ് ഏരിയ ആയിട്ട് വരും. അത് സെയിം തന്നെയാണ് തിരിച്ച് ചെറുതാക്കും തോറും. നമ്മൾ എത്രത്തോളം കട്ട് ചെയ്യുന്നു അപ്പൊ അകത്തുള്ള ഏരിയ അത്രയും പുറത്തോട്ട് വരും. മനസ്സിലായോ? ക്ലിയർ സാർ ആയില്ലേ? അപ്പൊ നാനോ പാർട്ടിക്കിൾസിന് അത്രയും സർഫസ് ഏരിയ ഉള്ളതിന്റെ മെയിൻ അതാ. അതെ അതെ, വെരി ഗുഡ്. സർഫസ് ഏരിയ ഉണ്ട്, അതുപോലെ തന്നെ വേറെ കുറച്ച് ക്വാണ്ടം കൺഫൈൻമെന്റ് ഉണ്ട്. മെയിൻലി ഇത് രണ്ടുമാണ്. സർഫസ് ഏരിയ ആണ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. അതായത് ഈ നാനോ മെറ്റീരിയൽസിന്റെ മെയിൻ ആപ്ലിക്കേഷൻസിൽ വരുന്ന ഒരു സാധനമാണ് ഈ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കെമിക്കൽ റിയാക്ഷൻസിൽ. കെമിക്കൽ റിയാക്ഷൻസിൽ എപ്പോഴും സർഫസ് ഏരിയ കുറഞ്ഞിരിക്കുമ്പോൾ റിയാക്ടിവിറ്റി കൂടുതലായിരിക്കും. നമുക്കറിയാവുന്നല്ലോ. അതായത് ഇപ്പൊ ഒരു കല്ലുപ്പ് വെള്ളത്തിലിടുന്നതും പൊടിയുപ്പ് ആ സെയിം ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സെയിം സൈസിലുള്ള പൊടിയുപ്പ് വെള്ളത്തിലിട്ട ഏറ്റവും പെട്ടെന്ന് ഡിസോൾവ് ആവുന്ന ആരായിരിക്കും? പൊടിയുപ്പായിരിക്കും. എന്തുകൊണ്ടാ? അതിന് സർഫസ് ഏരിയ കൂടുതലാണ്, പെട്ടെന്ന് വാട്ടറുമായിട്ട് ഹൈഡ്രജൻ ബോൺസ് ഉണ്ടാക്കും, അങ്ങനെ റിയാക്ട് ചെയ്ത് പോകുന്നതാണ്. ആ സെയിം ഫിനോമിന തന്നെയാണ് ഇവിടെ വരുന്നത്. എപ്പോഴും സർഫസ് ഏരിയ കൂടുന്നതിനനുസരിച്ച് റിയാക്ടിവിറ്റി ഹയർ ആയിരിക്കും. ടൈപ്സ് ഓഫ് നാനോ മെറ്റീരിയൽസ് ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്നുള്ളതാണ്. അതായത് മെറ്റീരിയൽ ബേസ് ചെയ്തിട്ടാണ് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ. ഒന്നാമത്തെ കാർബൺ ബേസ്ഡ് നാനോ മെറ്റീരിയൽ. മോസ്റ്റ് കോമൺ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് കാർബൺ ബേസ്ഡ് നാനോ മെറ്റീരിയൽസ്. ഈ കാർബൺ ബേസ്ഡ് നാനോ മെറ്റീരിയൽ എല്ലാ ഡയമെൻഷനിലും കാണാൻ പറ്റും. 0 ഡയമെൻഷനിലും 1 ഡയമെൻഷനിലും 2 ഡയമെൻഷനിലും 3 ഡയമെൻഷനിലും എല്ലാ ഡയമെൻഷൻസിലും കാർബൺ ബേസ്ഡ് നാനോ മെറ്റീരിയൽസ് നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് എന്റെ എക്സാമ്പിൾ വരുന്ന ഫുള്ളറിൻ ആണ്. ഫുള്ളറിൻ ആരാ കണ്ടുപിടിച്ചെന്ന് അറിയാം? ആരാ ഫുള്ളറിൻ കണ്ടുപിടിച്ച? അറിയില്ലേ? റിച്ചാർഡ് ഫെയ്ൻമാൻ. റിച്ചാർഡ് ഫെയ്ൻമാൻ. എനിക്കും കൺഫ്യൂഷൻ ആയി. റിച്ചാർഡ് സ്മാലി അല്ലേ? സ്മാലി എന്ന് പറഞ്ഞിട്ട് നോക്കട്ടെ. റിച്ചാർഡ് സ്മാലി എന്നാണ് തോന്നുന്നത് കേട്ടോ. ഓക്കെ, അത് തന്നെയാണ്. റിച്ചാർഡ് സ്മാലി, ഹെറോൾഡ് ക്രോട്ടോ, റോബർട്ട് കേൾ. നോട്ട് ചെയ്ത് വെച്ചോട്ടോ. 19 പ്രൈസ് കിട്ടിയത് ആൾക്കാർ 1996 ഫുള്ളറിന്റെ ഇതിന് നൊബേൽ പ്രൈസ് കിട്ടിയ ആൾക്കാരാണ് അവർ കേട്ടോ. അത് ഈ പറഞ്ഞ ആള് ആരാ പറഞ്ഞ? നെഫ്സി ആണോ? അതൊന്ന് നോട്ട് ചെക്ക് ചെയ്തോളൂ കേട്ടോ. റിച്ചാർഡ് സ്മാലി എന്നാണ് എനിക്ക് തോന്നുന്നത്. നോട്ട് ചെയ്ത് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ എന്തെങ്കിലും പറഞ്ഞാൽ മതി. ഓക്കെ, ഫൈൻ. സോ ഫുള്ളറിൻ എന്നാണ് ബക്മിൻസ്റ്റർ ഫുള്ളറിൻ എന്നാണ് എന്റെ ഫുൾ നെയിം വരിക. ഒരു 60 കാർബൺ ആയിട്ടുള്ള ഒരു ഫുട്ബോൾ കണക്കിന് ഇരിക്കുന്ന ഒരു കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങള്. ഹെക്സഗൺസും പെന്റഗൺസും ഇങ്ങനെ കമ്പൈൻ ചെയ്ത് വരുന്ന ഒരു സ്ട്രക്ചറാണ് ഫുള്ളറിന് വരുന്നത്. അവിടെ ഒരു ചെറിയ ഇത് വരുന്നത് ഫുള്ളറിന് ഏത് ഡയമെൻഷനിൽ വരും എന്നുള്ളതാണ്. ഫുള്ളറിന് ഒരു എക്സെപ്ഷണൽ കേസ് പോലെ എടുക്കണം. ചില കേസസിൽ നമ്മൾ 0 ഡയമെൻഷനായിട്ട് കൺസിഡർ ചെയ്യും, ചില കേസിൽ 3 ഡയമെൻഷനായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റും അതിന്റെ ഒരു സ്ട്രക്ചർ അനുസരിച്ച്. അസ് ഓഫ് നോ നിങ്ങൾ അതൊരു 0 ഡയമെൻഷനായിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, ചില കേസസിൽ നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുമെന്ന് എനിക്കറിയില്ല. തൽക്കാലം 0 ഡയമെൻഷനിലായിട്ട് പഠിക്കുക. ഒരു എക്സെപ്ഷണൽ കേസ് വരുന്ന സമയത്ത് ഫുള്ളറിന് നമുക്ക് 3 ഡയമെൻഷനിലായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റും. 0 ഡയമെൻഷനായിട്ട് നോക്കിയാൽ മതി. പിന്നെ വരുന്ന കാർബൺ നാനോ ട്യൂബ്സ് ആണ്. CNT എന്ന് പറയും. സിലിണ്ടറിക്കൽ നാനോ സ്ട്രക്ചേഴ്സ് വിത്ത് എക്സെപ്ഷണൽ സ്ട്രെങ്ത് ആൻഡ് കണ്ടക്ടിവിറ്റി.
മെയിൻലി എനർജി സ്റ്റോറേജ് ഡിവൈസസിൽ ബാറ്ററീസിലൊക്കെയാണ് ഈ നാനോ ട്യൂബ്സ് യൂസ് ചെയ്യുന്നത്. ഇതും രണ്ട് ടൈപ്പ് ഉണ്ട്, സിംഗിൾ വാൾഡ്. സാർ 1985 ഇത് കണ്ടുപിടിച്ച, നോബൽ കിട്ടിയത് 1996. ഓക്കെ ഓക്കെ. ആൾക്കാർ ഇത് തന്നെയാണോ, ഇവർ തന്നെയാണോ കണ്ടുപിടിച്ചത്? അതെ അതെ. ഓക്കെ. 1896 നൊബേൽ പ്രൈസ്, 1985 ഓക്കെ. അപ്പോ കാർബൺ നാനോ ട്യൂബ്, സിംഗിൾ വാൾഡ് കാർബൺ നാനോ ട്യൂബ് ഉണ്ട്, മൾട്ടി വാൾഡ് CNT ഉണ്ട്. അതില് എന്ന് വെച്ചാൽ സിംഗിൾ വാൾഡിന്റെ ഇത് ഇങ്ങനത്തെ ഇതായിരിക്കും സിംഗിൾ വാൾഡ് എന്ന് പറയുന്നത്. ഇതിന്റെ അകത്ത് തന്നെ വേറൊരു ചെറിയ ലെയർ കണക്കിന് ഇങ്ങനെ വെക്കുന്നതാണ് മൾട്ടി വാൾഡ് കാർബൺ നാനോ ട്യൂബ്സ് എന്ന് പറയുന്നത്. അടുത്തൊരു ഗ്രാഫീൻ ഉണ്ട്, സിംഗിൾ ലെയർ ഓഫ് കാർബൺ ആറ്റംസ് അറേഞ്ച്ഡ് ഇൻ ഹെക്സഗണൽ ലാറ്റിസ് വിത്ത് എക്സ്ട്രാ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. ഗ്രാഫീൻ അറിയാം, ഗ്രാഫൈറ്റ് അറിയാമല്ലോ, ഗ്രാഫൈറ്റിന്റെ സ്ട്രക്ചറിൽ നമുക്കറിയുന്ന ലെയർ ആയിട്ടാണല്ലേ, ഇങ്ങനെ ഒരു ലെയർ ഫുൾ ഇങ്ങനെ കാർബൺ ആറ്റംസ് ഉണ്ടാവും. അവര് അത് ബോണ്ട് ചെയ്തിട്ട് വേറൊരു ലെയർ ഉണ്ടാവും. ഓക്കെ, ഇതാണ് ഗ്രാഫൈറ്റിന്റെ സ്ട്രക്ചർ. ഈ ഒരു ലെയർ സെപ്പറേഷൻ ഉള്ളതുകൊണ്ടാണ് ഗ്രാഫൈറ്റിന് നമ്മൾ ലൂബ്രിക്കേഷൻ ഒക്കെ വേണ്ടിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഗ്രാഫൈറ്റിന്റെ ഒരു സിംഗിൾ ലെയറിനാണ് നമ്മൾ ഗ്രാഫീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഗ്രാഫീനെ റോൾ ചെയ്തെടുക്കുന്ന സാധനമാണ് കാർബൺ നാനോ ട്യൂബ് എന്ന് പറയുന്നത്. ഒരു ഗ്രാഫീന്റെ ലെയർ എടുത്തിട്ട് അതിന് ഈ ഷീറ്റിനെ റോൾ ചെയ്തൊരു സിലിണ്ടറിക്കൽ ഷേപ്പിലാക്കുമ്പോഴാണ് കാർബൺ നാനോ ട്യൂബ് കിട്ടുന്നത്. പിന്നെ കാർബൺ വേസ്റ്റ് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് മെറ്റൽ വേസ്റ്റ് നാനോ പാർട്ടിക്കിൾസ് ആണ്. പറഞ്ഞ ഗോൾഡ്, സിൽവർ, പ്ലാറ്റിനം എല്ലാത്തിനും നാനോ സ്കെയിലിൽ നമുക്ക് മെറ്റൽ വേസ്റ്റ് നാനോ മെറ്റീരിയൽസ് കിട്ടും. പിന്നെ അതിൽ തന്നെ നാനോ വയേഴ്സ് ഉണ്ട്. ഈ ഒരു സെയിം നാനോ പാർട്ടിക്കിൾസിന്റെ 1 ഡയമെൻഷനിലായിട്ട് വരുന്നത്. അതായത് 0 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഡോട്ട് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ ഒരുപാട് ഡോട്ട്സിനെ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ നമുക്കൊരു റോഡ് കിട്ടും, സ്റ്റിക്ക് പോലത്തെ സാധനം. അതിനെ നമ്മൾ 1 ഡയമെൻഷനിലായിട്ട് എടുക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് സെറാമിക് ബേസ്ഡ് നാനോ മെറ്റീരിയൽസ്. അതിൽ മെയിൻ ആയിട്ട് വരുന്ന നാനോ ഓക്സൈഡ്സ് ആണ്. ടൈറ്റാനിയം ഡയോക്സൈഡ്, സിങ്ക് ഓക്സൈഡിന്റെ ഒക്കെ നാനോ പാർട്ടിക്കിൾസ്. പിന്നെ സൺസ്ക്രീൻസിലൊക്കെ ടൈറ്റാനിയം ഡയോക്സൈഡ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്പെറന്റ് പ്രോപ്പർട്ടീസ് ഒക്കെ കിട്ടും ടൈറ്റാനിയം ഡയോക്സൈഡ്. അതുപോലെ തന്നെ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം, കോട്ടിങ്സിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നാനോ ക്ലേസ് ആൻഡ് പോറസ് സെറാമിക്സ് വിത്ത് ആപ്ലിക്കേഷൻ ഇൻ ഫിൽട്രേഷൻ ആൻഡ് സ്ട്രക്ചറൽ മെറ്റീരിയൽസ്. വാട്ടർ ഫിൽട്രേഷൻ ഒക്കെ നമ്മൾ നാനോ ക്ലേസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. പിന്നെ ബയോളജിക്കൽ നാനോ മെറ്റീരിയൽസ് ഉണ്ട്, derived ഫ്രം നാച്ചുറൽ സോഴ്സസ് such as DNA, നാനോ സ്ട്രക്ചേഴ്സ് ഓർ പ്രോട്ടീൻ ബേസ്ഡ് മെറ്റീരിയൽസ്. ഇതെല്ലാം നാനോ സ്കെയിലാണ് ഉണ്ടാകുന്നത്, അത്രേ ഉള്ളൂ. ഇനി ഇവരുടെ പ്രോപ്പർട്ടീസ്, ഈ പറഞ്ഞ പോലെ മെയിൻ പ്രോപ്പർട്ടീസ് വരുന്നത് സർഫസ് ഏരിയ തന്നെയാണ്. എൻഹാൻസ്ഡ് റിയാക്ടിവിറ്റി ആൻഡ് ഇന്ററാക്ഷൻ വിത്ത് അതർ മെറ്റീരിയൽസ്. കാറ്റലിസ്റ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് മെയിൻ ആയിട്ട് ഈ സർഫസ് ഏരിയ ഒരു ഫാക്ടറായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ വരുന്ന ക്വാണ്ടം എഫക്ട്സ് ആണ്. ക്വാണ്ടം എഫക്ട്സ് എന്ന് പറയുമ്പം എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസ് ആവുന്ന സമയത്ത് ഇവർക്ക് ലൈറ്റിനെയൊക്കെ ഡിഫറെന്റ് രീതിയിൽ ഇവർ സ്കാറ്റർ ചെയ്ത് വിടും. അങ്ങനെയാണ് ഡിഫറെന്റ് പാർട്ടിക്കിൾ സൈസ് ആവുന്ന സമയത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ ഇവർ കാണിക്കുന്നു. ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഡ്യൂ ടു ക്വാണ്ടം കൺഫൈൻമെന്റ്. ക്വാണ്ടം കൺഫൈൻമെന്റ് സ്ലൈഡ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കൺഫൈൻമെന്റ് എന്താണെന്ന് പറഞ്ഞുതരാം. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ക്വാണ്ടം കൺഫൈൻമെന്റ്. പിന്നെ വരുന്ന മെക്കാനിക്കൽ സ്ട്രെങ്ത് ആണ്. നാച്ചുറൽ നാനോ സ്ട്രക്ചേഴ്സ് ക്യാൻ ബി ഇൻക്രെഡിബ്ലി സ്ട്രോങ് ആൻഡ് ലൈറ്റ് വെയിറ്റ്. നല്ല സ്ട്രോങ് ആയിട്ട് വരുന്ന കാർബൺ നാനോ ട്യൂബ്സ് കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് തെർമൽ പ്രോപ്പർട്ടീസിൽ എൻഹാൻസ് തെർമൽ കണ്ടക്ടിവിറ്റി ഓർ ഇൻസുലേഷൻ ഡിപ്പെൻഡിങ് ഓൺ ദ മെറ്റീരിയൽ. മെറ്റീരിയൽ ഏതാണോ യൂസ് ചെയ്യുന്ന അനുസരിച്ച് അതിന്റെ തെർമൽ പ്രോപ്പർട്ടീസ് മാറും. ഓക്കെ, ഇതോട്ട് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടിരിക്കുക. എപ്പോഴും 0 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ, ഒരു 0 ഡയമെൻഷൻ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ മൂവ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന മെറ്റീരിയൽസിന് അങ്ങനെ കൺസിഡർ ചെയ്യുക. അതായത് ഡോട്ട്സ് ആയിട്ടൊക്കെ ഇരിക്കുന്ന നാനോ മെറ്റീരിയൽസിനാണ് നമ്മൾ 0 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസ്. നമ്മൾ സൈസ് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. സൈസ് ഒബ്വിയസ്ലി ഇപ്പം ഡോട്ട്സ് ഒക്കെ എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി സ്പെറിക്കൽ ഇതിലായിരിക്കും വരിക. അപ്പൊ ഡയമീറ്റർ 1 to 100 നാനോമീറ്ററിന്റെ അകത്ത് ഡയമീറ്റർ വരണം. അങ്ങനെയുള്ള മെറ്റീരിയൽസിന് ഒരു ഡയറക്ഷനിലോട്ട് മൂവ്മെന്റ് ഇല്ല. അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ 0 ഡയമെൻഷൻ നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇനി ഒരു നാനോ മെറ്റീരിയൽ എന്ന് പറയുമ്പോഴും അതിന്റെ അകത്തും പാർട്ടിക്കിൾസ് ഉണ്ടാവും.
ഒരു നാനോ മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്തും എന്തൊക്കെ ഉണ്ടാവും, ഇലക്ട്രോൺസ് ഉണ്ടാവും, എന്തെങ്കിലും വേറെ ആറ്റംസോ പാർട്ടിക്കിൾസോ ആ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഈ സാധനം അകത്തുള്ള പാർട്ടിക്കിൾസിനാണ് ഈ മൂവ്മെന്റ് പറയുന്നത്. അപ്പം ഒരു രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന സാധനങ്ങൾ, ഇപ്പൊ എന്റെ അകത്ത് കുറച്ച് ഇലക്ട്രോൺസ് ഉണ്ട്, അവർക്ക് മൂവ് ചെയ്യാൻ വേറെ വഴിയില്ല. അത് ഒരു ഡയറക്ഷനിലോട്ടും മൂവ്മെന്റ് പറ്റത്തില്ല, എല്ലാ ഡയറക്ഷനിലും മൂവ്മെന്റ് റെസ്ട്രിക്റ്റഡ് ആണ്. അങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണ് സീറോ ഡയമെൻഷൻ. ഇനി ഈ റെസ്ട്രിക്ഷനെ പറയുന്ന പേരാണ് ക്വാണ്ടം കൺഫൈൻമെന്റ് എന്നുള്ളത്. ഓക്കെ, കൺഫൈൻമെന്റിന്റെ മീനിങ് അതാണ്. എന്താ പറയാ, ചെറുതായിട്ടിരിക്കുന്ന സമയത്ത് റെസ്ട്രിക്റ്റിംഗ് ദ മൂവ്മെന്റ് എന്നുള്ളതാണ്. ഓക്കെ, നാനോ സ്ട്രക്ചേഴ്സ് വേർ ഓൾ ദ ത്രീ ഡയമെൻഷൻസ് ആർ കൺഫൈൻഡ് ഇൻ ദ നാനോ സ്കെയിൽ. 3 ഡയമെൻഷനും മോസ്റ്റ്ലി നാനോ സ്കെയിലിൽ തന്നെ ആയിരിക്കും. അതിന്റെ അകത്തുള്ള പാർട്ടിക്കിൾസിന് ഒരു ഡയറക്ഷനിലോട്ടും മൂവ്മെന്റ് ഉണ്ടാവില്ല. These materials are typically represented as nanoparticles or quantum dots, which lack any free dimension for the movement beyond their nanoscale boundaries. മെയിനായിട്ട് എക്സാമ്പിൾ വരുന്ന ക്വാണ്ടം ഡോട്ട്സ് ആണ്. സെമി കണ്ടക്ടർ നാനോ പാർട്ടിക്കിൾസ് ദാറ്റ് എക്സിബിറ്റ് സൈസ് ഡിപെൻഡന്റ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്. കാഡ്മിയം സെലിനൈഡും ക്വാണ്ടം ഡോട്ട്സ്. കാഡ്മിയം സെലിനൈഡിന്റെ ക്വാണ്ടം ഡോട്ട്സ് ആണ് എക്സാമ്പിൾ. കാർബണിനും ക്വാണ്ടം ഡോട്ട്സ് ഉണ്ട്, അത് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. പിന്നെ വരുന്ന മെറ്റൽ നാനോ പാർട്ടിക്കിൾസ് ആണ്. ഗോൾഡ്, സിൽവർ ഇവരൊക്കെയാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. മെഡിക്കൽ ആപ്ലിക്കേഷനും കാറ്റലിസ്റ്റ് ഒക്കെ ആയിട്ടൊക്കെയാണ് ഗോൾഡിന്റെ സിൽവറിന്റെ ഒക്കെ നാനോ പാർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നത്. കാർബൺ ബേസ്ഡ് വരുമ്പോൾ ഫുള്ളറിനും കാർബൺ ഡോട്ട്സ് ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്. ക്ലിയർ ആണോ?